മരണ സർട്ടിഫിക്കറ്റ് എഴുതാൻ ഡോക്ടർമാർ പേനയെടുത്ത നിമിഷത്തിൽ നിന്നും ഒരു രാജ്യത്തിന്റെ ഫുട്ബോൾ ചരിത്രം തിരുത്തി എഴുതാൻ തന്ത്രങ്ങൾ മെനയുന്ന അമരക്കാരനിലേക്കുള്ള ദൂരം എത്രയാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സ്റ്റാലെ സോൾബാക്കൻ എന്ന നോർവീജിയൻ പരിശീലകൻ. 7 മിനിറ്റോളം നിശ്ചലമായി പോയ സ്വന്തം ഹൃദയമിടിപ്പിൽ നിന്ന് ഇന്ന് നോർവേ എന്ന രാജ്യത്തിന്റെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകുകയാണ് അയാൾ. ആ പരിശീലകന്റെ ജീവിതകഥ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പന്തോളം ഇവിടെ പൂർണ്ണമാകുന്നത്. വീണ്ടും മറ്റൊരു പ്രഭാതത്തിൽ ഒരുമിക്കാം. റിപ്പോർട്ടിന് ശേഷം മോർണിംഗ് റൗണ്ടപ്പിൽ ഉമാ കല്ലിങ്ങൾ ചേരും. നമസ്കാരം. ഫുട്ബോൾ ചരിത്രത്തിൽ കളിതന്ത്രങ്ങൾ കൊണ്ടും ട്രോഫികൾ കൊണ്ടും അടയാളപ്പെടുത്തപ്പെട്ട മാനേജർമാർ ഒരുപാടുണ്ട്. എന്നാൽ മരണത്തെ പോലും തോൽപ്പിച്ച് കളത്തിലേക്ക് തിരിച്ചു വരികയും ഇന്ന് യൂറോപ്യൻ ഫുട്ബോളിൽ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയായി മാറുകയും ചെയ്ത മനുഷ്യനാണ് സ്റ്റാലെ സോൾബാക്കൻ. 7 മിനിറ്റോളം നിശ്ചലമായി പോയ ഒരു ഹൃദയത്തിൽ നിന്ന് ഇന്ന് നോർവേ എന്ന രാജ്യത്തിൻ്റെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു വലിയ കുതിപ്പിൻ്റെ കഥയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. 2001 മാർച്ച് 13 ഡാനിഷ് ക്ലബ്ബായ FC കോപ്പൻഹേഗൻ്റെ പരിശീലക മൈതാനം. പെട്ടെന്നാണ് നോർവീജിയൻ മിഡ്ഫീൽഡറായ സ്റ്റാലെ സോൾബാക്കൻ ആരും പ്രതീക്ഷിക്കാതെ കുഴഞ്ഞു വീണത്. പരിശീലനത്തിടെ സോൾബാക്കന് പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടാകുകയും ഹൃദയമിടിപ്പ് പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തു. 7 മിനിറ്റോളം അദ്ദേഹം ക്ലിനിക്കലി ഡെഡ് അഥവാ ജീവനറ്റ അവസ്ഥയിലായിരുന്നു. ഒടുവിൽ ടീം ഡോക്ടറുടെ അടിയന്തര ഇടപെടലിലൂടെയും കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിലൂടെയുമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ തിരികെ കിട്ടിയത്. ഈ സംഭവത്തോടെ ശരീരത്തിൽ ഒരു പേസ് മേക്കറുമായി തൻ്റെ 33-ാം വയസ്സിൽ സോൾബാക്കന് ബൂട്ട് അഴിച്ചുവെക്കേണ്ടി വന്നു. പക്ഷേ തൻ്റെ ഉള്ളിലെ ഫുട്ബോൾ പ്രേമിയെ തളച്ചുകെട്ടാൻ അദ്ദേഹം തയ്യാറായില്ല. കളിക്കാരനായി തുടരാനാവില്ലെങ്കിൽ തന്ത്രജ്ഞനായി മാറാൻ അദ്ദേഹം തീരുമാനിച്ചു. FC കോപ്പൻഹേഗനെ ഒട്ടനവധി തവണ ഡാനിഷ് ലീഗ് ചാമ്പ്യന്മാരാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു മികച്ച തന്ത്രജ്ഞനാണെന്ന് തെളിയിച്ചു. മരണത്തിൻ്റെ നിഴലിൽ നിന്ന് തിരിച്ചു വന്ന ഒരാൾക്ക് ഫുട്ബോൾ മൈതാനത്തെ സമ്മർദ്ദങ്ങൾ വെറുമൊരു കളി മാത്രമായിരുന്നു. ഒടുവിൽ 2020 അദ്ദേഹം തൻ്റെ മാതൃരാജ്യമായ നോർവേയുടെ ദേശീയ ടീമിൻ്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റു. അവിടെ നിന്നാണ് നോർവീജിയൻ ഫുട്ബോളിൻ്റെ ചരിത്രം മാറാൻ തുടങ്ങിയത്. അന്ന് 7 മിനിറ്റോളം നിശ്ചലമായ ആ ഹൃദയമിടിപ്പ് ഇന്ന് ലക്ഷക്കണക്കിന് നോർവീജിയൻ ഫുട്ബോൾ ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറിയിരിക്കുന്നു. വർഷങ്ങളായി യൂറോപ്യൻ ഫുട്ബോളിൻ്റെ വശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന നോർവേയെ ഇന്ന് ലോകത്തിലെ ഏത് വമ്പന്മാരും വഹിക്കുന്ന ശക്തിയാക്കി മാറ്റിയത് സോൾബാക്കൻ്റെ തന്ത്രങ്ങളാണ്. വേൾഡ് കപ്പ് ഡെസ്ക് കൈരളി ന്യൂസ്.